ഓം ശാന്തി. ഇന്ന് 19/11/2024 प्रभात मुरली। बाबा कहते हैं, मीठे बच्चे, तुम्हारी याद बहुत वंडरफुल है क्योंकि तुम एक साथ ही बाप, टीचर और सद्गुरु तीनों को याद करते हो. അപ്പോൾ ബാബ എന്താ പറയുന്നത്? മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഓർമ്മ വളരെ അതിശയകരമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരേ സമയം അച്ഛനെയും ടീച്ചറെയും സദ്ഗുരുവിനെയും 3 രൂപത്തിലും നിങ്ങൾ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മ അതിശയകരമാണ് എന്ന് ബാബ പറയാം. ബാബ ചോദ്യം ചോദിക്കുന്നത്, किसी भी बच्चे को माया जब मगरूर बनाती है तो किस बात की डोंट കെയർ करते हैं. അപ്പോൾ ബാബ ചോദിക്കുന്നത്, അതായത് കുട്ടികളിൽ മായ എന്താണ് അഹങ്കാരത്തിലേക്ക് കൊണ്ടുവരല്ലോ. ഈ അഹങ്കാരത്തിലേക്ക് വരുന്ന കുട്ടികളുണ്ടല്ലോ, അവർ ഏത് കാര്യത്തിലാണ് അശ്രദ്ധരാകുന്നതെന്ന് പറയാം.
അതായത് മായ ഈ അഹങ്കാരത്തിലേക്ക് കൊണ്ടുവരും ചില കുട്ടികളെ. ആ കുട്ടികളിൽ ഏത് കാര്യത്തിലാണ് അവർ അശ്രദ്ധരാകുന്നത് എന്ന് ബാബ ചോദിക്കാം. ഉത്തരം ബാബ പറയുന്നത്, മഗരൂർ ബച്ചേ देहाभिमान में आकर मुरली को डोंट केयर करते हैं. कहावत है ना, चूहे को हल्दी की गांठ मिली, समझा है मैं पंसारी हो. അപ്പം ബാബ പറയാണ്, അഹങ്കാരത്തിലേക്ക് വരുന്ന കുട്ടികൾ അവർ ദേഹാഭിമാനത്തിന് വശപ്പെട്ട് മുരളിയെ അവർ ശ്രദ്ധിക്കുന്നേയില്ല. മുരളിയെ അവർ അവഗണിക്കുന്നു. ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതായത് എലിക്ക് ഒരു കഷ്ണം മഞ്ഞൾ കിട്ടിയപ്പോൾ എലി എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ വ്യാപാരിയാണ്. बहुत है जो मुरली पढ़ते ही नहीं, कह देते हैं हमारा तो डायरेक्ट शिव बाबा से कनेक्शन है. बाबा कहते बच्चे मुरली में तो नई नई बातें निकलती है, इसलिए मुरली कभी मिस नहीं करना. इस पर बहुत अटेंशन रहे. ബാബ പറയുന്നത്, ഒരുപാട് അതായത് അഹങ്കാരത്തിലേക്ക് വരുന്ന കുട്ടികൾ ആദ്യം തന്നെ അവരെ അവഗണിക്കുക എന്തിനെയാണ്? മുരളിയെയാണ്. കുറേ പേരുണ്ട് മുരളി പഠിക്കുന്നേ ഇല്ല എന്ന് പറയാ ബാബ. അവരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് ശിവബാബയുമായിട്ടാണ് ഡയറക്റ്റ് കണക്ഷൻ, അങ്ങനെ പറയും കുട്ടികൾ. അപ്പം ബാബ പറയാണ്, കുട്ടികളെ, മുരളിയിലൂടെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുരളി മിസ് ചെയ്യരുത്. മുരളി നിങ്ങൾ ഒഴിവാക്കരുത്. അതായത് മുരളി ഡെയിലി കേൾക്കണം എന്ന് പറയാം ബാബ, മിസ്സാക്കരുതെന്ന് പറയാം. ഇസ് പർ ബഹുത്ത് അറ്റൻഷൻ രഹേ, ഇതിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ വയ്ക്കണം എന്ന് പറയാം ബാബ. മുരളി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, മുരളി ഡെയിലി കേൾക്കണം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ വയ്ക്കണമെന്ന് ബാബ പറയാം. ഓം ശാന്തി. मीठे मीठे सिकीलदे बच्चों से रूहानी बाप पूछते हैं, यहाँ तुम बैठे हो, किसकी याद में बैठे हो? അപ്പോൾ ബാബ പറയാണ്, മധുരമധുരമായ കളഞ്ഞു പോയിട്ടുള്ള തിരികെ കിട്ടിയ കുട്ടികളുടെ അടുത്ത് ആത്മീയ അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ആരുടെ ഓർമ്മയിലാണിരിക്കുന്നത്? ബാപ്പ്, ശിക്ഷക്, സദ്ഗുരു സബി ഇൻ തീനോം കി യാദുമേ ബൈഠേ ഹോ. അതായത് നിങ്ങൾ അച്ഛൻ, ടീച്ചർ, സദ്ഗുരു, ഈ 3 പേരെയും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഈ 3 പേരുടെയും ഓർമ്മയിലാണോ നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. ഹർ ഏക് അപ്പനെ സേ പൂച്ചേ, യഹ് സിർഫ് യഹാം ബൈഠേ യാദ് ഹേ യാ ചൽത്തെ ഫിർത്തെ യാദ് രഹതി ഹേ. അപ്പം ബാബ പറയാണ്, ഓരോരുത്തരും അവരവരോട് ചോദിക്കൂ, നിങ്ങൾ കേവലം ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമാണോ ബാബയെ ഓർമ്മിക്കുന്നത്, അതോ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എല്ലാം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും അവരവരോട് ചോദിക്കണം എന്ന് ബാബ പറയാം. ക്യൂൻകി യഹ് ഹേ വണ്ടർഫുൾ ബാത്ത്. ബാബ പറയുന്നത് എന്തുകൊണ്ടാ? ഇത് വളരെ അതിശയകരമായ കാര്യമാണ് എന്ന് ബാബ പറയാം. और कोई आत्मा को कभी ऐसे नहीं कहा जाता. വേറെ ഒരു ആത്മാവിനെയും ഇതുപോലെ പറയാൻ സാധിക്കില്ല. അതായത് അച്ഛൻ, ടീച്ചർ, സദ്ഗുരു, ഈ 3 കൂടിയിട്ട് ഒരാത്മാവായിട്ട് മാറുന്നത് അങ്ങനെ സാധിക്കില്ല. അതാണ് ബാബ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അതിശയകരമായ കാര്യമാണ് എന്ന് ബാബ പറയാം. ബൽ യഹ് ലക്ഷ്മി നാരായൺ വിശ്വക്കെ മാലിക് ഹേ, പരന്തു उनकी आत्मा को कभी ऐसे नहीं कहेंगे कि यह बाप भी है, ടീച്ചർ भी है, സദ്ഗുരു भी है. അപ്പോൾ ബാബ പറയാണ്, ഈ ലക്ഷ്മി നാരായണനെ നോക്കൂ, അവർ വിശ്വത്തിൻ്റെ അധികാരികളാണ്. എന്നിട്ടുകൂടി അവരുടെ ആത്മാവിനെ പോലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അതായത് അത് അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ്. അങ്ങനെ ലക്ഷ്മി നാരായണന്റെ ആത്മാവിനെ പോലും പറയാൻ സാധിക്കില്ല എന്ന് പറയാം. കാരണം അവരാണല്ലോ നമ്പർ 1. അപ്പം അവരെ പോലും
ഇതുപോലെ പറയാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. ബൽക്കി സാരി ദുനിയാമേ जो भी जीवात्माएं है कोई भी आत्मा को ऐसा नहीं कहेंगे. അപ്പോൾ ബാബ പറയാണ്, ഈ മുഴുവൻ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര മാത്രം ജീവാത്മാക്കളാണ് അല്ലേ? പക്ഷേ അതിൽ ഒരാളെ പോലും, ഒരു ആത്മാവിനെ പോലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. തും ബച്ചേ ഹി ഏസേ യാദ് കർത്തേ ഹോ, നിങ്ങൾ കുട്ടികളാണ് ഇതുപോലെ ഓർമ്മിക്കുന്നത്. അതായത് ഒരേ ഒരു ആത്മാവ്, ആ ആത്മാവായി ബാബയെ അച്ഛൻ, ടീച്ചർ, സദ്ഗുരു ഈ 3 രൂപത്തിലും ഓർമ്മിക്കുന്നത് നിങ്ങൾ കുട്ടികളാണ് എന്ന് ബാബ പറയാം. അന്തർമേം ആത്താ ഹേ യഹ് ബാബ, ബാബ ബി ഹേ, ടീച്ചർ ബി ഹേ, സദ്ഗുരു ബി ഹേ. അതായത് നമുക്കുള്ളിൽ അറിയാം, ഈ അച്ഛൻ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവും കൂടിയാണ്. तो भी सुप्रीम, അതുകൊണ്ട് തന്നെ സുപ്രീമാണ്. തീനോം കോ യാദ് കർത്തേ ഹോ യാ ഏക് കോ, ബാബ ചോദിക്കുക, നിങ്ങൾ 3 പേരെയും ഓർമ്മിക്കുന്നുണ്ടോ അതോ ഒരാളെയാണോ? ബൽ വഹ് ഏക് ഹേ പരന്തു തീനോം ഗുണോം സേ യാദ് കർത്തേ ഹോ. ബാബ പറയുന്നത് ഒരാൾ മാത്രമാണ് അത്, പക്ഷേ ഈ 3 ഗുണങ്ങളുടെയും രൂപത്തിൽ നിങ്ങൾ ഓർമ്മിക്കണം എന്ന് ബാബ പറയാം. അതായത് അച്ഛന് ഒരു ഗുണം, ടീച്ചർക്ക് വേറെ ഗുണം, സദ്ഗുരുവിന് വേറെ ഗുണം. ഈ 3 ഗുണത്തിൻ്റെ രൂപത്തിലും നിങ്ങളത് ഓർമ്മിക്കണം എന്ന് ബാബ പറയാം. ശിവ ബാബ ഹമാര ബാപ്പ് ബി ഹേ, ടീച്ചർ ഓർ സദ്ഗുരു ബി ഹേ. ശിവ ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. യഹ് എക്സ്ട്രാ ഓർഡിനറി കഹാ ജാതാ ഹേ, ഇതിനെ തന്നെയാണ് അസാധാരണം എന്ന് പറയുന്നത്. ജബ് ബൈഠേ ഹോ അഥവാ ചൽത്തേ ഫിർത്തേ ഹോ തോ യഹ് യാദ് രഹനാ ചാഹിയേ. അതായത് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും അഥവാ നിങ്ങൾ നടക്കുകയോ ചുറ്റിക്കറങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെയും ഈ ഓർമ്മ ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. ബാബ പൂച്ഛത്തെ ഹേ ऐसा याद करते हो कि यह हमारा ബാപ്പ്, ടീച്ചർ, സദ്ഗുരു ബി ഹേ. ബാബ നമ്മളോട് ചോദിക്കുകയാണ്, അതായത് നിങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ടോ? അതായത് ബാബ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ऐसा कोई भी देहधारी हो नहीं सकता. ഇങ്ങനെ ഒരു ദേഹധാരിയും ഇങ്ങനെ ഉണ്ടാകില്ല. അതായത് ഒരാത്മാവ് അച്ഛനും ടീച്ചറും സദ്ഗുരുവും 3 രൂപത്തിലുമുള്ള ഒരാത്മാവും വേറെ ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. ദേഹധാരി നമ്പർ 1 ഹേ ശ്രീകൃഷ്ണ, ഉൻകോ ബാപ്പ് ടീച്ചർ സദ്ഗുരു കഹ് നഹീ സക്തേ, യഹ് ബിൽകുൽ വണ്ടർഫുൾ ബാത്ത് ഹേ. അപ്പൊ ബാബ പറയുന്നത് ദേഹധാരിയിൽ നമ്പർ 1 ആരാണ്? ശ്രീകൃഷ്ണനാണ് അല്ലേ? ആ ശ്രീകൃഷ്ണനെ പോലും അച്ഛൻ, ടീച്ചർ, സദ്ഗുരു എന്ന് പറയാൻ കഴിയില്ല. ഇത് വളരെ അതിശയകരമായ കാര്യമാണ് എന്ന് ബാബ പറയാം. തോ സച്ച് ബത്താനാ ചാഹിയേ തീനോം രൂപമേ യാദ് കർത്തേ ഹോ. അപ്പം അതുകൊണ്ട് ബാബ നമ്മളെ വിടുന്നില്ല. ബാബ ചോദിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സത്യമായിട്ടും പറയണം, നിങ്ങൾ 3 രൂപത്തിലും ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? भोजन पर बैठते हो तो सिर्फ शिव बाबा को याद करते हो या तीनों बुद्धि में आते हो. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ ഭോജനത്തിനായിട്ടിരിക്കുമ്പോൾ അല്ല ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ കേവലം ശിവബാബയെ മാത്രമാണോ ഓർക്കുന്നത് അതോ ഈ 3 രൂപത്തിലും നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കാം. ഓർത്തോ കോയി ബി ആത്മാക്കോ ഏസെ നഹീ കർ സക്തേ. വേറെ ഒരാത്മാവിനെ പോലും ഇങ്ങനെ പറയാൻ കഴിയില്ല. അതായത് അച്ഛൻ, ടീച്ചർ, സദ്ഗുരു ഈ 3 രൂപത്തിലും വേറെ ഒരാത്മാവിനെ പോലും, കേവലം ശിവബാബയെ മാത്രമാണ് അങ്ങനെ പറയാൻ സാധിക്കുക. വേറെ ഒരാത്മാവിനെ പോലും അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് ബാബ പറയാം. യഹ് ഹേ വണ്ടർഫുൾ ബാത്ത്, ഇത് വളരെ അതിശയകരമായ കാര്യമാണ്. വിചിത്ര മഹിമ ഹേ ബാബ് കി, ബാബയുടെ വിചിത്രമായ മഹിമയാണ് എന്ന് ബാബ പറയാം. തോ ബാപ്പ് കോ യാദ് ബി ഏസേ കർണാ ചാഹിയേ. അപ്പോൾ ബാബ പറഞ്ഞ അതുകൊണ്ട് തന്നെ ബാബയെ നിങ്ങൾ ഇതുപോലെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. तो बुद्धि एकदम उस तरफ चली जाएगी
ജോ ഏസാ വണ്ടർഫുൾ ഹേ. അപ്പോൾ ബാബ പറയുന്നത് ആരാണോ വണ്ടർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി പൂർണ്ണമായും അവിടേക്ക് പോകും എന്ന് ബാബ പറയാം. ബാപ്പ് ഹി ബൈട്ട് അപ്പന പരിചയ ദേത്തെ ഹേ, ഫിർ സാരേ ചക്ര കാ നോളജ് ഭി ദേത്തെ ഹേ. ബാബ ഇരുന്ന് ബാബ സ്വയത്തിൻ്റെ പരിചയവും നൽകുന്നുണ്ട്, അതോടൊപ്പം ബാബ മുഴുവൻ ചക്രത്തിൻ്റെയും പരിചയവും നൽകുന്നുണ്ട്. അല്ലെ, മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും ജ്ഞാനവും ബാബ നൽകുന്നുണ്ട്, ബാബയുടെ സ്വയം പരിചയവും നൽകുന്നുണ്ട്. ऐसे यह युग है, इतने इतने वर्ष के है जो फिरते रहते हैं. അപ്പോൾ ബാബ ഇങ്ങനെയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, ഓരോ യുഗങ്ങളും ഇങ്ങനെയാണ്, അതായത് ഇത്ര ഇത്ര വർഷം ഉണ്ടാകും, അതുപോലെ തന്നെ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും ചെയ്യും. അപ്പം നമുക്കറിയാം, ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ ഓരോ യുഗങ്ങളുണ്ട്. അതിൽ ഓരോ യുഗവും ഇത്ര ഇത്ര വർഷം, അതായത് 1250 വർഷമാണല്ലോ ഒരു യുഗം. അപ്പോൾ ഓരോ യുഗവും ഇത്ര ഇത്ര വർഷം എന്നുള്ളതെല്ലാം ബാബ മനസ്സിലാക്കി തന്നു. അതോടൊപ്പം ഈ യുഗങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കറങ്ങിക്കൊണ്ടേയിരിക്കും. അതും നമുക്ക് ബാബ മനസ്സിലാക്കി തന്നു. യഹ് ജ്ഞാൻ ബി വഹ് രചയിത ബാപ്പ് ഹി ദേത്തെ ഹേ. ഈ ജ്ഞാനം, ഈ അറിവ് ആ ഒരേ ഒരു രചയിതാവായ ബാബയാണ് നമുക്ക് നൽകുന്നത്. തോ ഉൻകോ യാദ് കർണേ മേ ബഹുത് മദദ് മിലേഗി. അതുകൊണ്ട് തന്നെ ആ ബാബയെ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ശക്തി ലഭിക്കും. ബാപ്പ് ടീച്ചർ ഗുരു വഹ് ഏക് ഹി ഹേ. അപ്പോൾ ബാബ പറയുന്നത് അച്ഛൻ, ടീച്ചർ, സദ്ഗുരു ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ബാബ പറയാം. ഇത്തിനി ഊഞ്ച് ആത്മാ ഓർ കോയി ഹോ നഹി സക്തി. ഇത്രയും ഉയർന്ന ആത്മാവ് വേറെ ആർക്കും ഇതുപോലെയാകാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. പരന്തു മായ ഏസെ ബാപ്പ് കി യാദ് ഭി ഭൂൽ ദേത്തി ഹേ തോ ടീച്ചർ ഓർ ഗുരു കോ ഭി ഭൂൽ ജാത്തെ ഹേ. ബാബ പറയണ, പക്ഷേ മായ എന്താ ചെയ്യാ? ബാബയെ, ഇങ്ങനെയുള്ള ഒരു ബാബയെ നമ്മൾ ഓർമ്മിക്കുന്ന കാര്യത്തിൽ മായ എന്ത് ചെയ്യും? നമ്മളെ മറപ്പിക്കും. നമ്മൾ ബാബയെ ഓർക്കാനിരിക്കും, മായ നമ്മളെ മറപ്പിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാകും? നമ്മൾ ടീച്ചർ, സദ്ഗുരു എന്നുള്ള ആ ഒരു ഓർമ്മയെ നമുക്കുണ്ടാകില്ല. അത് നമ്മൾ മറന്നു പോകുമെന്ന് ബാബ പറയാം. യഹ് ഹർ ഏക് കോ അപ്പനെ അപ്പനെ ദിൽ സെ ലഗാനാ ചാഹിയേ. ഇത് ഓരോ കുട്ടികളുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ബാബ ഹംകോ ഏസാ വിശ്വ കാ മാലിക് ബനായേങ്കെ. ബാബ നമ്മളെ ഇങ്ങനെയുള്ള വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റും. ബേഹദ് കെ ബാപ്പ് കാ വർഷ ജരൂർ ബേഹദ് കാ ഹി ഹേ. അപ്പോൾ ബാബ പറയുന്നത്, പരിധിയില്ലാത്ത അച്ഛൻ്റെ സമ്പത്ത് തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും? പരിധിയില്ലാത്തത് തന്നെയായിരിക്കും എന്ന് പറയാ ബാബ. സാത്ത് സാത്ത് യഹ് മഹിമാ ഭി ബുദ്ധി മേം ആയേ ചൽത്തെ ഫിർത്തെ തീനോം ഹി യാദ് ആയേ. ബാബ പറയുന്നത് കൂടെ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മഹിമയും നമുക്ക് ബുദ്ധിയിൽ വരണം. അത് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എല്ലാം ഈ 3 രൂപത്തിലും നമുക്ക് ബാബയെ ഓർമ്മിക്കണം. അതായത് ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുമെന്നുള്ളതും നമ്മുടെ ബുദ്ധിയിൽ വേണം. അതോടൊപ്പം ബാബ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ഇതും അതോടൊപ്പം തന്നെ നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. ഇസ് ഏക് ആത്മാ കി തീനോം ഹി സർവീസ് ഇക്കട്ടി ഹേ, ഇസ്ലിയെ ഉൻകോ സുപ്രീം കഹാ ജാതാ ഹേ. ബാബ പറയുന്നത് എന്താണ്? ഈ ആത്മാവ് 3 രൂപത്തിലും ഒറ്റ ടൈമിൽ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. ഒരുമിച്ച് തന്നെയാണ് ഈ 3 രൂപത്തിലും ബാബ സേവനം ചെയ്യുന്നത്. അച്ഛൻ, ടീച്ചർ, സദ്ഗുരു, ഈ 3 രൂപത്തിലും ബാബ ഒരേ സമയത്ത് തന്നെയാണ് സർവീസ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ബാബയെ എന്ത് പറയും? സുപ്രീം എന്ന് പറയും. നമുക്കറിയാം, അമൃതവേള മുതൽ നമ്മൾ നോക്കുമ്പോൾ ബാബ അച്ഛനായി വന്ന് നമുക്ക് സമ്പത്ത് തരാണ്. ഗുണങ്ങളുടെയും ശക്തികളുടെയും സമ്പത്ത് നൽകുന്നു. അതിനുശേഷം നമുക്ക് ബാബ മുരളിയെടുക്കാണ്. ടീച്ചറായി വന്ന് നമ്മളെ മുരളി പഠിപ്പിക്കുന്നു. പിന്നെ സദ്ഗുരുവായി വരദാനം നൽകുന്നു. അപ്പോൾ ഈ 3 രൂപത്തിലും ബാബ സേവനം ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാബയെ എന്ത് പറയും? സുപ്രീം എന്ന് പറയുന്നു.
अब कॉन्फ्रेंस आदि बुलाते हैं कहते हैं विश्व में शांति कैसे हो. അപ്പോൾ ബാബ പറയാണ് ഇപ്പോൾ സമ്മേളനങ്ങളെല്ലാം വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് അതിലെന്താ പറയുന്നത്? വിശ്വത്തിലെ ശാന്തി എങ്ങനെ ഉണ്ടാകും. വഹുത്തോ അബ് ഹോ രഹി ഹേ ആക്കർ സമജോ. ബാബ പറയാണ് ഇപ്പോൾ വിശ്വത്തിലെ ശാന്തി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വന്ന് മനസ്സിലാക്കൂ. കോൻ കർത്തേ ഹേ, ആരാണ് ഈ ശാന്തി സ്ഥാപിക്കുന്നത്? തുംകോ ബാപ് കാ ഒക്യുപ്പേഷൻ സിദ്ധ് കർ ബത്താനാ ഹേ. അതായത് ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ബാബയുടെ കർത്തവ്യം തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയാം. ബാപ്പ് കെ ഒക്യുപ്പേഷൻ ഓർ ശ്രീകൃഷ്ണ കെ ഒക്യുപ്പേഷൻ മേ ബഹുത് ഫർക്ക് ഹേ. ബാബ പറയാണ്, ബാബയുടെ കർത്തവ്യവും ശ്രീകൃഷ്ണന്റെ കർത്തവ്യവും തമ്മിൽ നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. ഓർ തോ സബ് കാ നാം ശരീർ കാ ഹി ലിയാ ജാത്താ ഹെ. എല്ലാവർക്കും ശരീരത്തിനാണ് പേര് നൽകുന്നത്, അല്ലേ? ഉൻകി ആത്മാ കാ നാം ഗായാ ജാത്താ ഹെ. പക്ഷെ ബാബയ്ക്കോ? ബാബയ്ക്ക് ആത്മാവിനാണ് പേര്, ആ പേരാണ് പാടപ്പെടുന്നത്, അല്ലേ? വഹ് ആത്മാ ബാപ്പ് ബി ഹേ ടീച്ചർ ഗുരു ബി ഹേ. ബാബ പറയുന്നത് ആ ആത്മാവ് തന്നെയാണ് ബാബയും ടീച്ചറും സദ്ഗുരുവും. ആത്മാമേ നോളജ് ഹേ പരന്തു വഹ് ദേ കൈസേ. ബാബ പറയുന്ന ആത്മാവിൽ നോളജ് ഉണ്ട്, ജ്ഞാനമുണ്ട് ആത്മാവില്, പക്ഷെ എങ്ങനെ തരും? ശരീർ ദ്വാരാ ഹി ദേങ്കേന. ശരീരത്തിലൂടെയല്ലേ തരാൻ സാധിക്കുള്ളൂ എന്ന് ബാബ പറയാം. ജബ് ദേത്തേ ഹേ തബ് തോ മഹിമ ഗായി ജാതി ഹേ. എപ്പോഴാണോ ഈ ജ്ഞാനം കൊടുക്കുന്നത് അപ്പോഴാണ് മഹിമയുണ്ടാകുന്നത്. അബ് ശിവജയന്തി പർ ബച്ചെ കോൺഫറൻസ് കർത്തേ ഹേ. ഇപ്പോൾ ശിവജയന്തിക്കും കുട്ടികളെ സമ്മേളനം എല്ലാം വിളിക്കാറുണ്ട്. സബ് ധർമ്മക്കെ നേതാവും കോ ബുലാത്തേ ഹേ. എല്ലാ ധർമ്മത്തിലുള്ള നേതാക്കന്മാരെയും വിളിക്കുന്നുണ്ട്. തുംകോ സമജാനാ ഹേ ഈശ്വർ സർവവ്യാപി തോ ഹേ നഹി. നിങ്ങൾക്ക് എന്താണ് അവിടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഈശ്വരൻ സർവവ്യാപിയല്ല. ഈ ഒരു കാര്യമാണ് ഈ സമ്മേളനങ്ങളിലെല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് ബാബ പറയാം. അഗർ സബ് മേം ഈശ്വർ ഹേ തോ ക്യാ ഹർ ഏക് ആത്മാ ഭഗവാൻ ബാപ്പ് ബി ഹേ ടീച്ചർ ബി ഹേ ഗുരു ബി ഹേ. ബാബ പറയാണ്, ഒരു പക്ഷേ എല്ലാവരിലും ഈശ്വരൻ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബാബ പറയാണ്, എല്ലാ ആത്മാക്കളും ഭഗവാനും ബാബയും ടീച്ചറും സദ്ഗുരുവും ഒക്കെ ആകണമെന്ന് ബാബ പറയാം. ബത്താവോ സൃഷ്ടിക്ക് ആദി മധ്യ അന്ത് കാ നോളജ് ഹേ. ബാബ പറയാണ്, സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമാണ്. യഹ്തോ കോയി ബി സുനാ നാ സകേ. ബാബ പറയണ ഇത് വേറെ ഒരാൾക്കും കേൾപ്പിക്കാൻ സാധിക്കില്ല. तुम बच्चे के अंदर में आना चाहिए ऊंज तो ऊंज बाप की कितनी महिमा है. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ഇത് വരണം, അതായത് ഉയർന്നതിലും ഉയർന്ന ബാബയ്ക്ക് എത്ര മഹിമയാണ്. വഹ് സാരേ വിശ്വക്കോ പാവൻ ബനാനെ വാലാ ഹേ. ആ ബാബ മുഴുവൻ വിശ്വത്തെയും പാവനമാക്കി മാറ്റുന്നുണ്ട്. പ്രകൃതി ബി പാവൻ ബൻ സക്തി ഹേ ബൻ ജാതി ഹേ. ബാബ പറയുന്നത് പ്രകൃതിയും പാവനമായി മാറുന്നുണ്ട്. കോൺഫറൻസ് മേ പഹലെ പഹലെ തോ തും യഹ് പൂച്ചേങ്കെ കി ഗീത കാ ഭഗവാൻ കോൻ ഹേ. ബാബ പറയാണ്, ഈ സമ്മേളനങ്ങളിലെല്ലാം നിങ്ങൾ ആദ്യം ഈ ഒരു കാര്യം ചോദിക്കണം, അതായത് ഗീതയുടെ ഭഗവാൻ ആരാണ്? സത്യയുഗി ദേവി ദേവത ധർമ്മ കി സ്ഥാപന കർണേ വാല കോൻ. ബാബ പറയാണ് അടുത്തത്, സത്യയുഗത്തില് ഈ ദേവി ദേവത ധർമ്മം ഉണ്ടല്ലോ, ബാബ പറയാണ് ഈ ധർമ്മ സ്ഥാപന ആരാണ് ചെയ്തത്? അതും ചോദിക്കണം. അഗർ ശ്രീകൃഷ്ണ കെ ലിയെ കഹേംഗെ തോ ബാപു കോ ഗും കർ ദേംഗെ യാ തോ ഫിർ കഹ് ദേത്തെ വഹ് നാം രൂപ് സേ ന്യാരാ ഹേ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ ശ്രീകൃഷ്ണനാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതായത് ഗീതയുടെ ഭഗവാൻ ആരാണ്? സത്യയുഗത്തിലെ ദേവി ദേവത ധർമ്മത്തിന്റെ സ്ഥാപന ആരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണനാണ് എന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയാണെങ്കിൽ അവിടെ എന്തായി? ബാബ അവിടെ അപ്രത്യക്ഷമായി, അല്ലേ? എന്നിട്ട് പറയും ബാബ നാമരൂപത്തിൽ നിന്നൊക്കെ വേറിട്ടവനാണെന്ന് പറയും. ജയ്സേ കി ഹേ ഹി നഹി, അങ്ങനെയൊന്നുമല്ല എന്ന് ബാബ പറയാം.
तो बाप बिगर ഓർഫൻസ് ടഹരേന. അപ്പം ബാബ പറയാണ്, ബാബയെ കൂടാതെ നിങ്ങൾ എന്തായി മാറും? അനാഥരായി മാറില്ലേ? അച്ഛനില്ലെങ്കിൽ എന്താണ്? അനാഥരാണ്. ബേഹദ് കെ ബാപ്പ് കോ ഹി നെഹി ജാൻതേ. ബാബ പറയണത് പരിധിയില്ലാത്ത അച്ഛനെ അറിയുന്നേയില്ല. ഏക് ദോ പർ കാം കടാരി ചലാക്കർ കിത്തന തങ്ക് കർത്തേ ഹേ. ബാബ പറയാണ്, പരസ്പരം കാമ കടാരി പ്രയോഗിച്ച് എത്ര മാത്രമാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ഏക് ദോ കോ ദുഃഖ് ദേത്തെ ഹേ. പരസ്പരം ദുഃഖം കൊടുക്കുന്നു. തോ യഹ് സബ് ബാതേം തുമാരി ബുദ്ധി മേം ചൽനി ചാഹിയേ. അതുകൊണ്ട് ബാബ പറയാണ്, ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിൽ വരണം. കോൺഫറൻസ് കർണ ഹേ യഹ് ലക്ഷ്മി നാരായണൻ ഭഗവാൻ ഭഗവതി ഹേന ഇനോം കി ബി വംശാവലി ഹേന. അപ്പോൾ ബാബ പറയുന്നത്, നിങ്ങൾ സമ്മേളനം ചെയ്യണം. അതിലെന്ത് പറയണം? ഈ ലക്ഷ്മി നാരായണൻ ഭഗവാൻ ഭഗവതിയാണ്, അവരിലൂടെയും വംശാവലി ഉണ്ടാകുന്നുണ്ട്. തോ ജരൂർ സബ് ഏസെ ഗോഡസ് ഹോനെ ചാഹിയേ. അപ്പോൾ ബാബ പറയുന്നത്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഭഗവാനും ഭഗവതിയുമായി മാറേണ്ടതുണ്ട്. തോ തും സബ് ധർമ്മവാലോം കോ ബുലാത്തേ ഹോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ധർമ്മത്തിലുള്ള ആളുകളെയും വിളിക്കണം. ജോ അച്ചി രീതി പഠേ ലിഖേ ഹേ ബാപ്പ് കാ പരിചയ് ദേ സക്തേ ഹേ ഉൻകോ ഹി ബുലാന ഹേ. അപ്പൊ ബാബ പറയുന്നത്, ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത്, അതുപോലെ തന്നെ ബാബയുടെ പരിചയവും നല്ല രീതിയിൽ ആർക്കാണോ കൊടുക്കാൻ കഴിയുന്നത് അവരെ വിളിക്കണം എന്ന് ബാബ പറയാം. തും ലിഖ് സക്തേ ഹോ जो आकर रचयिता और रचना के आदि मध्य अंत्य का परिचय देवे, उनके लिए हम आने जाने रहने आदि का सब प्रबंध करेंगे अगर रचदा और रचना का परिचय दिया तो. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. അതായത് ആരാണോ വന്നിട്ട് രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ പരിചയം നൽകുന്നത്, അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് വരാനും പോകാനും താമസിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ, അതായത് അവർ രചയിതാവിൻ്റെയും രചനയുടെയും പരിചയം തരുകയാണെങ്കിൽ, അവർക്ക് രചയിതാവിൻ്റെയും രചനയുടെയും പരിചയം തരാൻ കഴിയുകയാണെങ്കിൽ, ബാബ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. അവർ വരാനും പോകാനും താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം എന്ന് എഴുതാൻ കഴിയുമെന്ന് പറയാം ബാബ. യഹ് തോ ജാൻതേ ഹേ കോയി ബി യഹ് ജ്ഞാൻ ദേ നഹി സക്തേ. അപ്പോൾ ബാബ പറയണം, നമുക്കറിയാം ഈ ഒരു ജ്ഞാനം വേറെ ആർക്കും നൽകാൻ കഴിയില്ല. ബൽ കോയി വിലായത്ത് സേ ആവേ രചയിത और रचना के आदि मध्य अंत्य का परिचय दिया तो हम खर्च दे देंगे. അപ്പോൾ ബാബ പറയുന്നത്, ഇനി വിദേശത്ത് നിന്നാണ് ആരെങ്കിലും വരുന്നതെങ്കിലോ, അതായത് രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ പരിചയം നൽകാൻ കഴിയുന്ന ആരെങ്കിലും വിദേശത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കൂടിയും ഞങ്ങൾ അവരുടെ ചെലവെല്ലാം നോക്കാം. ऐसी അഡ്വർടൈസ് ഓർ കോയി കർ നാ സകേ. ഇങ്ങനെയുള്ള ഒരു പരസ്യം വേറെ ആർക്കാ കൊടുക്കാൻ കഴിയുക? വേറെ ആർക്കും ഇങ്ങനെയുള്ള പരസ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാ. തും തോ ബഹാദൂർ ഹോന. ബാബ പറയണം, നിങ്ങൾ സമർത്ഥരല്ലേ. മഹാവീർ മഹാവീരണിയാം ഹോ. നിങ്ങൾ മഹാവീരന്മാരും വീരണികളുമല്ലേ എന്ന് ബാബ ചോദിക്കുക. തും ജാൻതേ ഹോ ഇനോംനെ വിശ്വക്കി ബാദശാഹി കൈസേലി. അതായത് ലക്ഷ്മി നാരായണൻ എങ്ങനെയാണ് ഈ വിശ്വത്തിൻ്റെ അധികാരികളായിട്ട് മാറിയത് എന്ന് നിങ്ങൾക്കറിയാം. കോൻസി ബഹാദൂരി ഹേ. എന്താണ് അവർ സമർത്ഥത കാണിച്ചത്? ബുദ്ധിമേ യഹ് സബ് ബാത്തേം ആനി ചാഹിയേ. അപ്പോൾ ഈ ലക്ഷ്മി നാരായണൻ എന്ത് സമർത്ഥത, എങ്ങനെ സമർത്ഥരായിട്ടിരുന്നിട്ടാണ് അവർ ഈ വിശ്വത്തിൻ്റെ അധികാരികളായി മാറിയത്? ഈ കാര്യമെല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം.
കിത്തന തും ഊഞ്ച് കാര്യ കർ രഹേ ഹോ, നിങ്ങൾ എത്ര വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരെ വിശ്വകോ പാവൻ ബനാ രഹേ ഹോ, നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും പാവനമാക്കി മാറ്റുകയാണ്. തോ ബാപ്പ് കോ യാദ് കർണാ ഹേ വർസാ ബി യാദ് കർണാ ഹേ, അതുകൊണ്ട് തന്നെ ബാബ പറയാണ്, നിങ്ങൾ ബാബയെയും ഓർമ്മിക്കണം, സമ്പത്തിനെയും ഓർമ്മിക്കണം. സിർഫ് യഹ് നഹി കി ശിവബാബ യാദ് ഹേ, ബാബ പറയാണ് കേവലം ഇങ്ങനെയല്ല, ശിവബാബയെ ഓർമ്മയുണ്ട്, അങ്ങനെയല്ല. പരന്തു ഉൻകി മഹിമ ബി ബത്താനി ഹേ, അതായത് ബാബയെ ഓർമ്മിക്കുക എന്ന് മാത്രമല്ല പറയേണ്ടത്, ബാബയുടെ മഹിമകളും കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയാം. യഹ് മഹിമ ഹേ ഹി നിരാകാർ കി, ബാബ പറയണത് ഈ മഹിമ ആരുടേതാണ്? നിരാകാരൻ്റെതാണ്. പരന്തു നിരാകാർ അപ്നാ പരിചയ് കൈസേ ദേ, പക്ഷെ ബാബ പറയണ നിരാകാരൻ എങ്ങനെ സ്വയത്തിന്റെ പരിചയം കൊടുക്കും? സരൂർ രചനാക്കെ ആദി മധ്യ അന്ത് കാ നോളജ് ദേനെ കെ ലിയെ മുഖ ചാഹിയേന, ബാബ പറയണ തീർച്ചയായും രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം തരാൻ ഒരു മുഖം വേണ്ടേ എന്ന് ബാബ ചോദിക്കാം. മുഖക്ക് കിത്തിനി മഹിമ ഹേ, മുഖത്തിന് എത്രമാത്രം മഹിമയുണ്ട്. മനുഷ്യ ഗൗമുഖ് പർ ജാത്തേ ഹേ കിത്തന ധക്ക ഖാത്തേ ഹേ, ബാബ പറയണ മനുഷ്യര് ഈ ഗൗമുഖത്തിലൊക്കെയൊക്കെ പോകുന്നുണ്ടല്ലോ, എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ പോകുന്നത്. ക്യാ ക്യാ ബാത്തേ ബനാ ദീ ഹേ, ബാബ പറയണ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ബാബ ചോദിക്കുക. തീർമാര ഗംഗാ നിക്കലായ ഗംഗാക്കോ സമജേ ഹേ പതീത് പാവനി, ബാബ പറയാ അസ്ത്രമെയ്തു ഗംഗ പുറത്തേക്ക് വന്നു. ഈ ഗംഗയെ മനസ്സിലാക്കുന്നത് എന്താണ്? പതീത പാവനി, അങ്ങനെയാണ് ഗംഗയെ പറയുന്നതെന്ന് പറയാ ബാബ. അബ് പാനി കൈസേ പതീത് സേ പാവൻ ബനാ സക്ത, ബാബ ചോദിക്ക ഇപ്പൊ എങ്ങനെയാണ് വെള്ളത്തിന് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റാൻ കഴിയുക? പതീത് പാവൻ തോ ബാപ്പ് ഹി ഹേ, ബാബ പറയുന്നത് പതീത പാവനൻ ബാബയാണ്. തോ ബാപ്പ് തും ബച്ചോം കോ കിത്തന സിക്കലാത്തേ രഹത്തെ ഹേ, അങ്ങനെയുള്ള ബാബ നമ്മളെ കുട്ടികളെ എത്ര മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാപ്പ് തോ കഹത്തെ ഹേ ഏസേ ഏസേ കരോ, ബാബയാണ് നമ്മളോട് പറയുന്നത് കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യൂ. കോനാക്കർ ബാപ്പ് രചയിത ഓർ രചനാക്ക പരിചയ ദേങ്കേ, ബാബ പറയാണ് ആര് വന്നിട്ടാണ് നമുക്ക് ബാബയുടെയും രചയിതാവിൻ്റെയും രചനയുടെയും പരിചയം നൽകുന്നത്? സാധു സന്യാസി ആദി യഹ് ബി ജാൻതേ ഹേ കി ഋഷി മുനി ആദി സബ് കഹത്തെ ദേ നേതി നേതി, ബാബ പറയുന്നത് സാധു സന്യാസിമാരും മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ ഋഷിമുനിമാരും ഒക്കെ പറയുന്നത് എന്താണ്? നേതി നേതി, അറിയില്ല അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഹം നെഹി ജാൻതേ ഹേ ഗോയ നാസ്തികത, അപ്പം അവരെന്താ പറയാ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. കാരണം എന്താണ്? നാസ്തികരല്ലേ എന്ന് ബാബ ചോദിക്കുക. അബ് ദേക്കോ കോയി ആസ്തിക നിക്കൽത്താ ഹേ, ഏതെങ്കിലും ആസ്തികരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുക. അബി തും ബച്ചേ നാസ്തിക് സേ ആസ്തിക് ബൻ രഹേ ഹോ, ബാബ പറയാണ് ഇപ്പോ നിങ്ങൾ കുട്ടികളാണ് നാസ്തികരിൽ നിന്നും ആസ്തികരായിട്ട് മാറുന്നത്. തും ബേഹദ് കെ ബാപ്പ് കോ ജാൻതേ ഹോ ജോ തുംകോ ഇത്തന ഊഞ്ച് ബനാത്തേ ഹേ, അപ്പൊ ബാബ പറയാണ് നിങ്ങളെ ഇത്രയും ഉയർന്നതാക്കി മാറ്റുന്ന ആ പരിധിയില്ലാത്ത ബാബയെ നിങ്ങൾ അറിയുന്നുണ്ടോ? പുക്കാർത്തേ ബി ഹേ ഓ ഗോഡ് ഫാദർ ലിബറേറ്റ് കരോ, വിളിക്കുന്നുണ്ട്. അല്ലയോ ഗോഡ് ഫാദർ ഞങ്ങളെ മുക്തമാക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്ന് ബാബ പറയാ. ബാപ്പ് സമജാത്തേ ഹേ ഇസ് സമയ രാവൺ കാ സാരെ വിശ്വ പർ രാജ്യ ഹേ, അപ്പൊ ബാബ മനസ്സിലാക്കി തരാണ് ഈ ഒരു സമയത്ത് മുഴുവൻ വിശ്വത്തിലും എന്താണ്? രാവണ രാജ്യമാണ്. അപ്പൊ ബാബ മനസ്സിലാക്കി തരാണ്. സബ് ഭ്രഷ്ടാചാരി ഹേ ഫിർ ശ്രേഷ്ഠാചാരി ബി ഹോങ്കേന, അപ്പൊ ബാബ പറയുന്നത് എല്ലാവരും ഭ്രഷ്ടാചാരികളാണ്, അപ്പൊ ശ്രേഷ്ഠാചാരിയും വേണ്ടേ എന്ന് ബാബ ചോദിക്കാം. തും ബച്ചോം കി ബുദ്ധി മേ ഹേ പഹലെ പഹലെ പവിത്ര ദുനിയാദി, അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് ആദ്യം ഇവിടെ പവിത്രമായ ലോകമുണ്ടായിരുന്നു. ബാപ്പ് അപവിത്ര ദുനിയ തോടെ ഹി ബനായെങ്കെ, ബാബ ഒരിക്കലും അപവിത്രമായ ലോകം ഉണ്ടാക്കില്ല. ബാപ്പ് തോ ആക്കർ പാവൻ ദുനിയ സ്ഥാപൻ കർത്തേ ഹേ,
ജിസ്കോ ശിവാലയ് കഹാ ജാതാ ഹെ. ബാബ എന്താ പറയുന്നത്? ബാബ വന്നിട്ട് എങ്ങനെയുള്ള ലോകമാണ് സ്ഥാപിക്കുന്നത്? പാവനമായിട്ടുള്ള ലോകം അല്ലേ? പാവനമായിട്ടുള്ള ലോകമാണ് ബാബ സ്ഥാപിക്കുന്നത്. ആ ലോകത്തെ എന്താ പറയാ? ശിവാലയ്. ശിവ് ബാബ ശിവാലയ് ബനായെങ്കേന. ശിവ് ബാബ ശിവാലയല്ലേ ഉണ്ടാക്കുള്ളൂ എന്ന് ചോദിക്കുക ബാബ. വഹ് കൈസേ ബനാത്തേ ഹേ സോ ബി തും ജാൻതേ ഹോ. ബാബ എങ്ങനെയാണ് ഈ ശിവാലയം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് ബാബ പറയാം. മഹാപ്രളയ് ജൽമൈ ആദി തോ ഹോത്തി നഹി. ഇപ്പം മഹാപ്രളയം, വെള്ളപ്പൊക്കം ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ബാബ പറയാം. ശാസ്ത്രമേ തോ ക്യാ ക്യാ ലിഖാ ഹേ. ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ബാബ ചോദിക്കുക. ബാക്കി 5 പാണ്ഡവ് ബച്ചേ ജോ ഹിമാലയ് പഹാഡ് പർ ഗൽ ഗയേ ഫിർ റിസൾട്ട് കാ കോയി കോ പതാ നഹി. ബാബ പറയാം, പിന്നെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അവശേഷിക്കുന്ന 5 പാണ്ഡവരായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർ ഹിമാലയ പർവ്വതത്തിന് മുകളിലേക്ക് പോയി. പിന്നെയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ആർക്കും അറിയില്ല. ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. യഹ് സബ് ബാത്തേ ബാപ്പ് ബൈട്ട് സമജാത്തേ ഹേ. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്നു കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യഹ് ബി തും ഹി ജാൻതേ ഹോ. വഹ് ബാപ്പ് ബി ഹേ, ടീച്ചർ ബി ഹേ, സദ്ഗുരു ബി ഹേ. ബാബ പറയണത് ഇതും നിങ്ങൾക്കറിയാലോ. അതായത് ആ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവും കൂടിയാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്ന് ബാബ ചോദിക്കാം. വഹാം തോ യഹ് മന്ദിർ ഹോത്തേ നഹി. ബാബ പറയണ സത്യയുഗത്തെ ആണെങ്കിൽ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. യഹ് ദേവതായേം ഹോക്കർ ഗായേ ഹേ ജിൻകെ യാദ്ഗാർ മന്ദിർ യഹാം ഹേ. ബാബ പറയുന്നത് ഇവിടെ ദേവതകൾ ഉണ്ടായിരുന്നു, ദേവതകൾ വസിച്ചിരുന്നതാണ്. അവരുടെ ഓർമ്മചിഹ്നമായിട്ടാണ് പിന്നീട് എന്തുണ്ടാക്കുന്നത്? ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയാം ബാബ. ആ ക്ഷേത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യഹ് സബ് ഡ്രാമേ നൂന്ത് ഹേ. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം സത്യയുഗത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കില്ല, പക്ഷെ അവിടെ രാജ്യം ഭരിച്ചിരുന്ന ദേവീ ദേവതമാര് അവരുടെ ഓർമ്മചിഹ്നമായിട്ടാണ് പിന്നീട് ദ്വാപരം മുതൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ബാബ പറയാം. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. സെക്കൻഡ് ബൈ സെക്കൻഡ് നയി ബാത്ത് ഹോത്തി രഹത്തി ഹേ ചക്ര ഫിർത്താ രഹത്താ ഹേ. ബാബ പറയുന്നത് ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അബ് ബാപ്പ് ബച്ചോംകോ ഡയറക്ഷൻ തോ ബഹുത് അച്ഛേ ദേത്തെ ഹേ. ഇപ്പോൾ ബാബയാണെങ്കിലോ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിലെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ബഹുത് ദേഹാഭിമാനി ബച്ചേ ഹേ ജോ സമജാത്തെ ഹേ ഹം തോ സബ് കുച്ച് ജാൻ ഗയേ ഹേ. അപ്പം ബാബ പറയുന്നത് കുറേ കുട്ടികളുണ്ട്, ദേഹാഭിമാനമുള്ള കുട്ടികൾ. ആ കുട്ടികൾ എന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുക. മുരളി ബി നഹി പഠിത്തേ ഹേ. അവർ മുരളിയും പഠിക്കുന്നില്ല. കദർ ബി നഹി ഹേ, കദർ ഹി നഹി ഹേ. ബാബ പറയുന്നത് മുരളിയോട് അവർക്ക് യാതൊരു ബഹുമാനവുമില്ല. ബാബ താക്കീത് കർത്തേ ഹേ. ബാബ മുന്നറിയിപ്പ് തരികയാണ്. കോയി സമയ മുരളി ബഹുത് അച്ചി ചൽത്തി ഹേ. ചില സമയങ്ങളിൽ മുരളി വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. മിസ് നഹി കർണാ ചാഹിയേ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുരളി മിസ് ചെയ്യരുത് എന്ന് പറയാം. കാരണം ചില സമയത്ത് മുരളി വളരെ നല്ല രീതിയിലാണ്, നല്ല നല്ല പോയിന്റ്സ് ആയിരിക്കും അതിൽ. അപ്പം അത് മിസ് ചെയ്ത പോയില്ലേ? അതാ ബാബ പറയുന്നത് നിങ്ങൾ ഒരിക്കലും മുരളി മിസ് ചെയ്യരുത്. ബാബ പറയാണ് 10-15 दिन की മുരളി ജോ മിസ് ഹോത്തി ഹേ വഹ് ബൈട്ട് പഠ്നി ചാഹിയേ. അപ്പം നിങ്ങളൊരു 10-15 ദിവസത്തെ മുരളി നിങ്ങൾ മിസ് ചെയ്തു എന്നിരിക്കട്ടെ, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും അതിരുന്ന് പഠിക്കണം എന്ന് ബാബ പറയാം. യഹ് ബി ബാപ്പ് കഹത്തെ ഹേ ऐसी चलन जुदो यह रचना और रचना के आदि मध्य अंत का नॉलेज कोई आकर दे तो हम उनको ഗർച്ച ആദി സബ് ദേങ്കേ. ബാബ പറയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ എടുക്കൂ. അതായത്
ആരാണോ വന്നിട്ട് രചനയുടെയും രചയിതാവിൻ്റെയും ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകുന്നത് അവരുടെ മുഴുവൻ ചെലവും ഞങ്ങൾ എടുക്കാം. ഇങ്ങനെയുള്ള ചലഞ്ച് നിങ്ങൾ കൊടുക്കൂ എന്ന് പറയാം, വെല്ലുവിളികൾ എടുക്കൂ എന്ന് പറയാം. ऐसी ചലഞ്ച് തോ ജോ ജാൻതേ ഹേ വഹ് ദേംഗേ നാ. അപ്പൊ ബാബ പറയുന്നത് വെല്ലുവിളി എടുക്കാൻ ആർക്കാ സാധിക്കുക? ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രതി വെല്ലുവിളിക്കണമെങ്കിൽ ആ കാര്യത്തെ നന്നായിട്ട് അറിയുന്ന ആളായിരിക്കണം, അല്ലേ? അതാ ബാബ പറയുന്നത്. നിങ്ങൾക്കാണ് അങ്ങനെയുള്ള വെല്ലുവിളി എടുക്കാൻ കഴിയുക, കാരണം നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ച്. ടീച്ചർ ഖുദ് ജാൻതാ ഹേ തബ് തോ പൂച്ച്തേ ഹേ നാ. അപ്പൊ ബാബ പറയാണ്, ടീച്ചർക്ക് സ്വയം അറിഞ്ഞാലല്ലേ ടീച്ചർക്ക് ചോദിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സ്വയം അറിയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമുക്ക് വെല്ലുവിളിക്കാനോ ചോദിക്കാനോ ഒക്കെ സാധിക്കുള്ളൂ. അതാ ബാബ പറയുന്നത്. ബിഗർ ജാനെ പൂച്ചേങ്കെ കൈസേ. അതിനെപ്പറ്റി അറിയില്ല എന്ന് കരുതും, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? നമുക്കൊരു കാര്യത്തെ പറ്റി നമുക്കൊരു നോളജ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുക? അപ്പം നമുക്ക് ധൈര്യമായിട്ട് ധൈര്യമായി നമുക്കൊരു വെല്ലുവിളി എടുക്കണമെങ്കിൽ, ധൈര്യമായിട്ടൊരു കാര്യം ചോദിക്കണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നല്ല അറിവ് നമുക്കുണ്ടായിരിക്കണം, അല്ലേ? അതാ ബാബ പറയുന്നത്. കോയി ബച്ചേ മുരളി കി ബി ഡോണ്ട് കെയർ കർത്തേ ഹേ. ബാബ പറയുന്നത് ചില കുട്ടികൾ എന്താ ചെയ്യാന്നറിയോ? ഈ മുരളിയെ ഒട്ടും ശ്രദ്ധിക്കില്ല എന്ന് പറയാം, അവഗണിക്കും മുരളീനെ. ബസ് ഹമാരാ തോ ശിവ് ബാബാ സേ ഹി കണക്ഷൻ ഹേ. അവരെന്താ പറയാ? ഞങ്ങൾക്ക് കേവലം ശിവ് ബാബയുമായി മാത്രമാണ് കണക്ഷൻ എന്ന് പറയും. പരന്തു ശിവ് ബാബ ജോ സുനാത്തെ ഹേ വഹ് ബി സുന്ന ഹേന ഈ സിർഫ് ഉൻകോ യാദ് കർണ ഹേ. ബാബ പറയുന്നത്, പക്ഷേ ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് കേൾക്കണ്ടേ, അല്ലാതെ കേവലം ശിവബാബയെ ഓർമ്മിക്കുക അത് മാത്രമല്ല, ബാബയെ ഓർമ്മിക്കും വേണം. അതോടൊപ്പം ബാബ എന്തൊക്കെയാണോ നമ്മളെ കേൾപ്പിക്കുന്നത് അത് കേൾക്കുകയും വേണം. അതാ ബാബ പറയുന്നത്. ബാപ്പ് കൈസേ അച്ചി അച്ചി മീട്ടി മീട്ടി ബാത്തേം സുനാത്തേ ഹേ. ബാബ എങ്ങനെയാണ് വളരെ നല്ല നല്ല രീതിയിൽ വളരെ മധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്? പരന്തു മായ ബിൽകുൽ ഹി മഗ്രൂർ കർ ദേത്തി ഹേ. ബാബ പറയാണ്, പക്ഷെ മായ എന്ത് ചെയ്യും? മുഴുവനായിട്ട് നമ്മളെ അഹങ്കാരിയാക്കി മാറ്റും, മൊത്തത്തിൽ നമ്മൾ അഹങ്കാരിയാക്കി മാറ്റുമെന്ന് പറയാം. കഹാവത്ത് ഹേന ചൂഹേ കോ ഹൽദി കി ഗാട്ട് മിലി സമജ മേ പംസാരി ഹോം. അപ്പൊ ബാബ പറയാം, ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അതായത് എലിക്ക് ഒരു കഷ്ണം മഞ്ഞൾ കിട്ടി കഴിഞ്ഞപ്പോൾ എലി എന്താ കരുതുന്നത്? ഞാൻ വലിയ വ്യാപാരിയാണ്, അങ്ങനെ കരുതും. ബഹുത്ത് ഹേ ജോ മുരളി പഠിത്തേ ഹി നഹി. ബാബ പറയണത് കുറേ പേരുണ്ട്, അവര് മുരളി പഠിക്കുന്നേ ഇല്ല എന്ന് പറയാ ബാബ. മുരളി മേൻ തോ നൈ ബാത്തേ നിക്കൽത്തി ഹേന. ബാബ പറയണത് മുരളിയിലൂടെയല്ലേ പുതിയ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മുരളി പഠിക്കണ്ടേ, എന്നാലേ നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. തോ യഹ് സബ് ബാത്തേം സമജ്നെ കി ഹേ. അതുകൊണ്ട് ബാബ പറയാണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ജബ് ബാപ്പ് കി യാദ് മേം ബൈഠ്തേ ഹോ തോ യഹ് ബി യാദ് കർണാ ഹേ കി വഹ് ബാപ്പ് ടീച്ചർ ബി ഹേ ഓർ സദ്ഗുരു ബി ഹേ. ഇപ്പൊ നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാന്നിരിക്കട്ടെ, ആ സമയത്ത് നിങ്ങൾ ഇതും കൂടി നിങ്ങൾ ഓർമ്മ വേണം, അതായത് ഇത് ബാബയുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവും കൂടിയാണ്. ഈ കാര്യം നിങ്ങൾ എപ്പോഴൊക്കെ ബാബയെ ഓർമ്മിക്കാനിരിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ 3 രൂപത്തിൽ നമുക്ക് ഓർമ്മ വേണം. അതാ ബാബ പറയുന്നത്. നെഹീത്തോ പഠേങ്കെ കഹാം സേ. ബാബ പറയുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് പഠിക്കും എന്ന് ചോദിക്കുക. ബാപ്പിനെ തോ ബച്ചോം കോ സബ് സമജാ ദിയ. അപ്പൊ ബാബ പറയാണ്, ബാബയാണ് ടീച്ചർ, അല്ലേ? ബാബ ടീച്ചറുടെ രൂപത്തിലും ബാബയെ ഓർമ്മിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാ പഠിക്കുക? ബാബയിൽ നിന്ന് തന്നെയല്ലേ പഠിക്കുന്നത്. അപ്പൊ ബാബ ടീച്ചറിന്റെ രൂപത്തിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ബാബ പറയുന്നത്, ബാപ്പിനെ തോ ബച്ചോം കോ സബ് സമജാ ദിയ. ബാബയാണെങ്കിലോ കുട്ടികൾക്ക് എല്ലാം മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ബച്ചേ ഹി ബാപ്പ് കാ ഷോ കരേങ്കെ. കുട്ടികൾ തന്നെയാണ് അച്ഛൻ്റെ പ്രത്യക്ഷപ്പെടുത്തുക. സൺ ഷോസ് ഫാദർ, അല്ലെ? അതായത് പറയില്ലേ, മകൻ പ്രത്യക്ഷപ്പെടുത്തി അച്ഛനെന്ന് പറയും. സൺ കാഫിർ ഫാദർ ഷോ കർത്തേ ഹേ. പിന്നീട് അച്ഛൻ എന്ത് ചെയ്യും? കുട്ടിയെ പ്രത്യക്ഷപ്പെടുത്തും. ആത്മാക്ക ഷോ കർത്തേ ഹേ. ആത്മാവിനെ ഷോ ചെയ്യുന്നു. ഫിർ ബച്ചോം കാ കാം ഹേ ബാപ്പ് കാ ഷോ കർണ.
അതായത് പിന്നെ കുട്ടികളുടെ ജോലിയാണ് എന്ത്, ബാബയെ പ്രത്യക്ഷമാക്കുക. ബാപ്പ ബി ബച്ചോം കോ ചോടത്തെ നഹി ഹേ, ബാബ കുട്ടികൾ അങ്ങനെയൊന്നും വിടുന്നില്ല. കഹേങ്കെ ആജ് ഫലാനി ജഗത് ജാവോ, ആജ് യഹാം ജാവോ. അപ്പൊ ബാബ കുട്ടികളെ വെറുതെ വിടുന്നില്ല. ബാബ എന്ത് പറയും കുട്ടികളോട്, ഇന്ന് നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകൂ, ഇന്ന് നിങ്ങൾ ഇന്നിടത്തേക്ക് പോകൂ. എന്തിനാ പോകുന്നത്, ബാബയെ പരിചയപ്പെടുത്താൻ, ബാബയുടെ പരിചയം കൊടുക്കാൻ, ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ, അല്ലെ. അതുകൊണ്ട് ബാബയും കുട്ടികളെ വെറുതെ വിടുന്നില്ല. ഓരോ കുട്ടികളെയും ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് അയക്കും. കാരണം ബാബയുടെ സന്ദേശം എത്തിക്കണ്ടല്ലോ അവിടത്തും. ഇൻകോ തോടെ ഹി കോയി ഓർഡർ കർണേ വാലേ ഹോങ്കെ. അപ്പൊ ബാബയ്ക്ക് അങ്ങനെ ഓർഡർ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാ. തോയഹ് നിമന്ത്രൺ ആദി അഖ്ബാരോമേ പടേങ്കെ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങളുടെ ഈ ക്ഷണങ്ങളെല്ലാം പത്രത്തിൽ വരും. ഈ സമയം സാരി ദുനിയാഹെ നാസ്തിക്. ഈ സമയം നോക്കുകയാണെങ്കിൽ മുഴുവൻ ലോകവും നാസ്തികമാണ്. ബാപ്പ് ഹി ആകർ ആസ്തിക് ബനാത്തേ ഹേ. ബാബ വന്നിട്ടാണ് എല്ലാവരെയും ആസ്തികരാക്കി മാറ്റുന്നത്. ഈ സമയം സാരി ദുനിയാഹെ വർത്ത് നോട്ടെ പെന്നി. ഈ സമയം നോക്കുകയാണെങ്കിൽ മുഴുവൻ ലോകവും എന്താണ്, കാൽ കാശിന് വിലയില്ലാത്തതാണെന്ന് പറയാ ബാബ. അമേരിക്ക കെ പാസ് ബൽ കിത്തനാ ബി ധൻ ദൗലത്ത് ഹെ പരന്തോ വർത്ത് നോട്ടെ പെന്നി ഹെ. ബാബ പറയുന്നത്, ഇപ്പൊ അമേരിക്കയെ നോക്കൂ, അമേരിക്കയുടെ അടുത്ത് എത്രമാത്രം ധനവും സമ്പത്തും എന്തൊക്കെയുണ്ട് അമേരിക്കയുടെ അടുത്ത്. പക്ഷെ ബാബ പറയണത് ഒട്ടും വിലയില്ല, ഒരു കാൽ കാശിന് കൊള്ളില്ല എന്ന് പറയാ ബാബ. യഹ്തോ സബ് ഖദം ഹോ ജാനാ ഹേ. ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. അപ്പം അല്ലാതെ കുറേ പൈസയും ധനവും സമ്പത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബാബ പറയാ. അത് കാൽ കാശിന് വിലയില്ല, കാരണം ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. സാരി ദുനിയാമേ തും വർത്ത് പൗണ്ട് ബൻഡ് ഹേ ഹോ. ബാബ പറയുന്ന മുഴുവൻ ലോകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളാണ് ധനവാനായി മാറുന്നത്. വഹാം കോയി കങ്കാൾ ഹോഗാ നഹി. സത്യയുഗത്തിലാണെങ്കിലോ ഒരു ദരിദ്രൻ പോലും ഉണ്ടാകില്ല. അപ്പൊ എല്ലാ കുട്ടികളും ധനികരായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് സത്യയുഗത്തില്. പിന്നെ അവിടെ ദരിദ്രരുണ്ടാകോ? അവിടെ ദരിദ്രരേ ഉണ്ടാകില്ല എന്ന് പറയാ ബാബ. തും ബച്ചോം കോ സദൈവ ജ്ഞാൻ കാ സിമരൺ കർ ഹർഷിത രഹനാ ചാഹിയേ. ബാബ എന്താ പറയുന്നത്, നിങ്ങൾ കുട്ടികള് സദാ ഈ ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ട് സദാ ഹർഷിതമായിട്ടിരിക്കണം, അല്ലെ. ബാബ തരുന്ന ഈ ജ്ഞാനം അത് നമ്മൾ കുട്ടികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അത് വേറെ ഒരാളുടെ കയ്യിൽ, എത്ര വലിയ വലിയ ആൾ തന്നെ ആയിക്കോട്ടെ, അവരുടെ കൈവശം ഒന്നും ഈ ജ്ഞാനമില്ല. നമ്മൾ കുട്ടികളുടെ കയ്യിലാണ് ബാബ തരുന്ന ഈ അമൂല്യമായ ജ്ഞാനമുള്ളത്. അപ്പോൾ ആ ജ്ഞാനത്തെ സ്മൃതി ചെയ്ത്, അല്ലെങ്കിൽ ആ ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സദാ ഹർഷിതമായിട്ടിരിക്കണം എന്ന് ബാബ പറയാ. ഉസ്കേലിയെ ഹി ഗായൻ ഹേ അതീന്ദ്രിയ സുഖ് ഗോപ് ഗോപിയോം സേ പൂച്ചോ. ഇത് തന്നെയാണ് പാടപ്പെട്ടിട്ടുള്ളത്. അതായത് അതീന്ദ്രിയ സുഖം ആരോട് ചോദിക്കണം? ഗോപഗോപികമാരോട് ചോദിക്കണം. കാരണം നമുക്കറിയാം, ഈ ജ്ഞാനത്തിൻ്റെ ലഹരിയിലിരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം സുഖം ആനന്ദമൊക്കെ കിട്ടുന്നത്, അല്ലേ. അപ്പം അത് ഈ അതീന്ദ്രിയ സുഖം അറിയണമെങ്കിൽ അത് ഗോപഗോപികമാരോട് ചോദിക്കൂ എന്നൊരു മഹിമയുണ്ടല്ലോ, അങ്ങനെ പാടപ്പെട്ടിട്ടുണ്ട്. യഹ് സംഗം കീഹി ബാത്തേഹേ. ഇത് സംഗമയുഗത്തിൻ്റെ കാര്യമെന്ന് പറയാം. കാരണം ഈ സംഗമയുഗത്തിലാണ് ബാബ വന്ന് നമുക്ക് ജ്ഞാനം തരുന്നത്, അല്ലേ. നമ്മൾ കുട്ടികളെല്ലാം ബാബയുടേതായി മാറുന്നതും ഒക്കെ ഈ സംഗമയുഗത്തിലാണ്. അപ്പം നമ്മളാണ് ഗോപഗോപികമാർ, അല്ലേ. ആ ജ്ഞാനം ലഭിച്ച ആ അതീന്ദ്രിയ സുഖം അനുഭവിക്കുന്ന ഗോപഗോപികമാരാരാണ്? അത് നമ്മൾ കുട്ടികളാണ്. അതാ ബാബ പറയുന്നത്. സംഗമയുഗക്കോ കോയി ബി ജാൻതേ നഹി. സംഗമയുഗത്തെ വേറെ ആരും അറിയുന്നില്ല എന്ന് പറയാ. വിഹംഗ മാർഗക്ക് സർവീസ് കർണേസേ ഷായത് മഹിമ നിക്കലേ. ബാബ പറയുന്നത്, നിങ്ങൾ വിഹംഗ മാർഗത്തിലൂടെ സർവീസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് മഹിമ കിട്ടും. ഗായൻ ബീഹേ അഹോ പ്രഭു തേരി ലീല. അപ്പോൾ ഇങ്ങനെയൊരു മഹിമ പാടപ്പെട്ടിട്ടുണ്ട്. അതായത് അല്ലയോ പ്രഭു, അങ്ങയുടെ ലീല പരമപാരം, അങ്ങനെ പാടപ്പെട്ടിട്ടുണ്ടല്ലോ. യഹ് കോയി ബി നഹി ജാൻതേ ദേക്കി ഭഗവാൻ ബാപ്പ് ടീച്ചർ സദ്ഗുരു ബി ഹേ. ബാബ പറയുന്നത് ഇതാർക്കും അറിയില്ല. അതായത് ഭഗവാൻ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഈ ഒരു കാര്യം ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. അബ് ഫാദർ തോ ബച്ചോം കോ സിക്കലാത്തേ രഹത്തെ ഹേ.
ഇപ്പോൾ അച്ഛൻ എന്താണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബച്ചോം കോ യഹ് നശ സ്ഥായി രഹന ചാഹിയേ, കുട്ടികൾക്ക് ഈ ഒരു ലഹരി സ്ഥായിയായിട്ടുണ്ടായിരിക്കണം എന്ന് പറയാം. അന്ത് തക് നശ രഹന ചാഹിയേ, അന്തിമം വരെ എന്നെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. ഈ ഒരു ലഹരി നമുക്ക് അന്തിമം വരെ ഉണ്ടായിരിക്കാം എന്ന് ബാബ പറയാ. അബി തോ നശ ജട്ട് സോഡാ വാട്ടർ ഹോ ജാത്താ ഹേ. ഇപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ ലഹരി എന്ന് പറയുന്നത് സോഡാ വാട്ടർ പോലെയാണെന്ന് പറയാ. സോഡാ ബി ഏസെ ഹോത്താ ഹേന, സോഡയും ഇങ്ങനെ തന്നെയല്ലേ. തോടാ ടൈം രഹനേസെ ജൈസ ഖാരാ പാനി ഹോ ജാത്താ ഹേ. ബാബ പറഞ്ഞ കുറച്ച് സമയം ആ സോഡാ വാട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താവും, അതൊരു സാധാരണ വെള്ളമായിരിക്കും അല്ലെ, ഒരു ലഹരിയും അതിലുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം എന്ന് ബാബ പറയാം. ഇപ്പൊ അങ്ങനെയായിരിക്കാം, സോഡാ വാട്ടർ പോലെ ആയിരിക്കാന്ന് പറയാ. ഏസാത്തോ നെഹി ഹോന ചാഹിയെ, നിങ്ങൾ അങ്ങനെ ആകരുത് എന്ന് ബാബ പറയാ. കിസ്കോ ഏസാ സമജാവോ ജോ വഹബി വണ്ടർ കായേ. ബാബ പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം. അതായത് നമ്മൾ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ വളരെയധികം അതിശയിക്കണം. ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം എന്ന് ബാബ പറയാ. അച്ഛ അച്ഛ കഹത്തെ ബി ഹേ പരന്തു വഹ് ഫിർ ടൈം നിക്കൽ സമझे ജീവൻ ബനാവേ വഹ് ബഡാ മുഷ്കിൽ ഹേ. ബാബ പറയുന്നത് നല്ലത് നല്ലതെന്നൊക്കെ പറയും, പക്ഷെ അവര് സമയമെടുത്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വരിക, അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് വരിക, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് ബാബ പറയാം. ജീവിതം തന്നെ മാറ്റുക, അതുപോലെ സമയമെടുത്ത് ഈ ഒരു കാര്യത്തിനായിട്ട് ജ്ഞാനം കേൾക്കാൻ വരിക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ലതെന്നൊക്കെ പെട്ടെന്ന് പറയാ ബാബ. ബാബ കോയി മന നെഹി കർത്തേ ഹേ കി ദന്ത ആദി നെഹി കരോ. ബാബ പറയുന്നത് ബാബ ഒരിക്കലും ഇതൊന്നും എന്താണ് ജോലി വേലകളൊക്കെ ഉപേക്ഷിക്കുക അങ്ങനെയൊന്നും ബാബ ഒരിക്കലും പറയുന്നില്ല. ബാബ അതിനൊരിക്കലും എതിര് നിൽക്കുന്നില്ല. പവിത്ര ബനോ ഓർ ജോ പടാത്താഹു വഹ് യാദ് കരോ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ പവിത്രമായിട്ട് മാറൂ, അതോടൊപ്പം തന്നെ ആരാണോ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന ആളെ ഓർമ്മിക്കൂ. അതും ബാബ അത്രേ പറയുന്നുള്ളൂ അല്ലേ. അല്ലാതെ നിങ്ങൾ ജോലി വേലകൾ ചെയ്യണ്ടെന്നോ എന്താണ് ചുറ്റിക്കറങ്ങാൻ പോകണ്ടെന്നോ ഒന്നും ബാബ പറയുന്നില്ല. ബാബ കേവലം എന്താ പറയുന്നത്, ഇത് നിങ്ങൾ പഠിക്കണം, അതോടൊപ്പം തന്നെ ആരാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന ആളെ ഓർക്കണം, പവിത്രമായി മാറണം. അതാണ് ബാബ പറയുന്നത്. യഹത്തോ ടീച്ചർ ഹേന, ഇത് ടീച്ചറല്ലേ, ടീച്ചർമാരങ്ങനെയാണല്ലോ. അവരെന്താ ചെയ്യുക, കുട്ടികളുടെ അടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും, നന്നായി പഠിക്കാൻ പറയും അല്ലേ. അതൊക്കെ അതുപോലെ തന്നെ ബാബയും ടീച്ചറല്ലേ. അതാണ് ബാബ ചോദിക്കുന്നത്. ഓർ യഹ് ഹേ അൺകോമൺ പഠായി, ഇത് അസാധാരണമായിട്ടുള്ളൊരു പഠിപ്പാണ് എന്ന് ബാബ പറയാം. കോയി മനുഷ്യനെ ഹി പഠാ സക്തേ, ഒരു മനുഷ്യനൊന്നും ഇതൊന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാപ്പ് ഹി ഭാഗ്യശാലി രഥ് പർ ആക്കർ പഠാത്തേ ഹേ, ബാബ തന്നെയാണ് ഈ ഭാഗ്യശാലി രഥത്തിൽ, അതായത് ബ്രഹ്മാ ബാബയുടെ ശരീരത്തിൽ വന്നിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ്. ബാപ്പനെ സമझाया है यह तुम्हारा तख्त है जिस पर अकाल मूर्त आत्मा आकर बैठती है. അപ്പൊ ബാബ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്, ഇത് നിങ്ങളുടെ അകാല സിംഹാസനമാണ്, അവിടെ തന്നെയാണ് അകാലമൂർത്തായ ആത്മാവ് വന്നിരിക്കുന്നത് അല്ലെ. എല്ലാ മനുഷ്യരിലും നോക്കുമ്പോൾ അകാല സിംഹാസനം ഏതാണ്, ഈ ഭൃഗുടിയാണ് അല്ലെ. അവിടെ തന്നെയാണ് എല്ലാ ആത്മാക്കൾ വന്ന് ഇരുന്ന്, എല്ലാ ആത്മാവും അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. അതാണ് ബാബ പറയുന്നത്. ഉൻകോ ഏക് സാരാ പാർട്ട് മിലാ ഹുവാ ഹെ, ആത്മാവിന് തന്നെയാണ് ഈ മുഴുവൻ പാർട്ടും ലഭിച്ചിരിക്കുന്നത് എന്ന് ബാബ പറയാം. അബി തും സമജ്തേ ഹോ യഹ് തോ റിയൽ ബാത്ത് ഹേ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണെന്നുള്ളത്. ബാക്കി സബ് ഹേ എന്താണ് ആർട്ടിഫിഷ്യൽ ബാത്തേ, ബാബ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്രിമമാണ് എന്ന് ബാബ പറയാ. യഹ് അച്ചി രീതി ധാരൺ കർ ഘാട്ട് ബാന്ധിലോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ചരട് ബന്ധിക്കൂ എന്ന് പറയാ ബാബ. തോ ഹാത്ത് ലഗാനേ സേ യാദായേഗ, അപ്പം അതുകൊണ്ട് കൈ തടവി തന്നെയാൽ നിങ്ങൾക്ക്
എന്താണ് ഓർമ്മ വരുമെന്ന് ബാബ പറയാം. പരന്തു ഗാട്ട് ക്യൂം ബാന്തി ഹേ വഹ് ഭി ഭൂൽ ജാത്തേ ഹേ. ബാബ പറയാണ്, പക്ഷേ എന്തിനാണ് ഈ ചരട് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് പോലും മറന്നു പോകാന്ന് പറയാ. കുട്ടികൾ അതുപോലും മറന്നു പോകുന്നു എന്ന് ബാബ പറയാം. തുംകോ തോ പക്കാ യാദ് കർനാ ഹേ. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇത് ഓർമ്മിക്കണം എന്ന് പറയാ. ബാബ് കി യാദ് കെ സാത്ത് നോളജ് ബി ചാഹിയെ. ബാബ പറയാണ്, ബാബയുടെ ഓർമ്മയോടൊപ്പം നിങ്ങൾക്ക് എന്തുകൂടി വേണം? ജ്ഞാനവും വേണം. മുക്തി ബി ഹേ തോ ജീവൻ മുക്തി ബി ഹേ. മുക്തിയുണ്ടല്ലോ, അതുകൊണ്ട് ജീവൻ മുക്തിയുമുണ്ട്. ബഹുത്ത് മീട്ടേ മീട്ടേ ബച്ചേ ബനോ. ബാബ പറയുന്നത് വളരെയധികം മധുരമായ കുട്ടികളായിട്ട് മാറൂ. ബാബ അന്തർമേം സമജ്തേ ഹേ കൽപ്പ് കൽപ്പ് യഹ് ബച്ചേ പഠ്തേ രഹ്തേ ഹേ. ബാബ പറയുന്നത് ബാബയ്ക്ക് ഉള്ളിലറിയാം, കൽപ്പകൽപ്പം ഈ കുട്ടി തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. നമ്പർ വാർ പുരുഷാർത്ഥ അനുസാർ ഹി വർസാലെങ്കെ. നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് തന്നെയാണ് സമ്പത്തെടുക്കുന്നത്. ഫിർ ബി പഠാനേക്കാ ടീച്ചർ പുരുഷാർത്ഥത്തോ കരേങ്കെന. പക്ഷെ അതായത് ടീച്ചർക്കറിയാം കുട്ടികൾ നമ്പർ വൈസാണ്. ഇപ്പൊ ലൗകികത്തിലായാലും അങ്ങനെ തന്നെയല്ലേ, ക്ലാസ്സിൽ ഓരോ കുട്ടികളും നമ്പർ വൈസ് ആണെന്നുള്ളത് ടീച്ചർമാർക്ക് അറിയാം. പക്ഷേ എങ്കിലും ടീച്ചർമാർ എന്ത് ചെയ്യും? അവരെ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കും അല്ലേ. അവരെ പഠിക്കാനും ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കാനും എഴുതാനും ഒക്കെ ടീച്ചർ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ടീച്ചർക്കറിയാം എന്ത്? നമ്പർ വാറാണ് കുട്ടികളെന്ന്. അതുപോലെ തന്നെ ഇവിടെ ബാബയും നമ്മളെ ചെയ്യുന്നത്. അതായത് നമ്മളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കും. ബാബ നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും പുരുഷാർത്ഥം ചെയ്യിപ്പിക്കും. കാരണം ടീച്ചറല്ലേ ബാബ. തും ഗഡി ഗഡി ഭൂൽ ജാത്തേ ഹോ ഇസ്ലിയെ യാദ് കരായാ ജാത്താ ഹേ. നിങ്ങളാണെങ്കിലോ ഇതിങ്ങനെ അടിക്കടി മറന്നുകൊണ്ടിരിക്കുക അല്ലേ. ബാബയെയും മറക്കാണ്, ബാബ ടീച്ചറാണെന്നും സദ്ഗുരുവാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അടിക്കടി മറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശിവ് ബാബ കോ യാദ് കരോ വഹ് ബാപ്പ് ടീച്ചർ സദ്ഗുരു ബി ഹേ. ബാബ എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങളെ ശിവബാബയെ ഓർമ്മിക്കൂ. ആ ബാബ തന്നെയാണ് നിങ്ങളുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവും. ഇത് നിങ്ങൾക്ക് പക്കയായിട്ട് ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാ. ചോട്ടെ ബച്ചെ ഏസെ യാദ് നഹി കരേങ്കെ. ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ ഓർമ്മിക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. ശ്രീകൃഷ്ണ കെ ലിയേ തോടെ ഹി കഹേങ്കെ വഹ് ബാപ്പ് ടീച്ചർ സദ്ഗുരു ഹേ. ശ്രീകൃഷ്ണനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതായത് ശ്രീകൃഷ്ണൻ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ഇത് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ആരെ? ശ്രീകൃഷ്ണനെ. അതാണ് ബാബ പറയുന്നത്. സത്യയുഗ കാ പ്രിൻസ് ശ്രീകൃഷ്ണ വഹ് ഫിർ ഗുരു കൈസേ ബനേഗ. ബാബ പറയുന്നത് സത്യയുഗത്തിന്റെ രാജകുമാരനാണ് ശ്രീകൃഷ്ണൻ. പിന്നെ ആ രാജകുമാരൻ എങ്ങനെയാണ് ഗുരുവായി മാറുന്നത്? ഗുരു ചാഹിയെ ദുർഗതിമേ. ഗുരുവിനെ നമുക്ക് എപ്പോഴാണ് ആവശ്യം? ദുർഗതി സമയത്താണ്. സത്യയുഗം എന്ന് പറയുന്നത് എന്താണ്? സദ്ഗതി സമയമാണ്. വളരെ ശ്രേഷ്ഠമായ സമയമാണ് സത്യയുഗം. അപ്പൊ സത്യയുഗത്തിലെ രാജകുമാരനായ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഗുരുവായി മാറുന്നത് എന്ന് ബാബ ചോദിക്കുക. കാരണം ഗുരുവിനെ നമുക്ക് എപ്പോഴാണ് ആവശ്യം? ദുർഗതി സമയത്താണ്. കാരണം നമുക്ക് സദ്ഗതി തന്ന് നമ്മളെ കൂടെ കൊണ്ടുപോകേണ്ട സമയത്താണ് നമുക്ക് ഗുരുവിനെ ആവശ്യം. അതാ ബാബ പറയുന്നത് ഗുരു ചാഹിയെ ദുർഗതിമേ ഗായൻ ബി ഹേ ബാപ്പ് ആക്കർ സബ്കി സദ്ഗതി കർത്തേ ഹേ. അപ്പൊ ബാബ പറയാണ് ഇങ്ങനെ പാടപ്പെട്ടിട്ടുണ്ട്. അതായത് അച്ഛൻ വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ കോത്തോ സാവര ഏസാ ബനാദേത്ത ജയ്സേ കാല കോയല. അപ്പൊ ബാബ പറയുന്നത് ശ്രീകൃഷ്ണനെ അത്രയ്ക്കും കറുപ്പിച്ചിരിക്കുകയാണ്. അതായത് കറുത്ത കുയിലിനെ പോലെ എന്ന് ബാബ പറയാം. കറുത്ത കുയിലിനെ പോലെ ശ്രീകൃഷ്ണനെയും കറുപ്പിച്ചിരിക്കുകയാണ്. ബാപ്പ് കഹത്തെ ഹേ ഇസ് സമയ സബ് കാം ചിതാ പർ ചട് കാലെ കോയലെ ബൻ പടേ ഹേ തബ് സാവര കഹാ ജാത്താ ഹേ. ബാബ പറയുന്നത് ഈ ഒരു സമയത്ത് എല്ലാവരും കാമചിതയിലിരുന്നു കൊണ്ട് കറുത്ത കുയിലിനെ പോലെയായി മാറിയിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ശ്യാമൻ എന്ന് പറയുന്നത്. കിത്തന ഗുഹ്യ ബാത്തേം സമജ്നെ കി ഹേ. ബാബ പറയുന്നത്
എത്ര ആഴത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗീത തോ സബ് പഠിത്തേ ഹേ, ഗീത എല്ലാവരും പഠിക്കുന്നുണ്ട്. ഭാരതവാസി ഹി ഹേ ജോ സബി ശാസ്ത്രോം കോ മാൻതേ ഹേ, എല്ലാ ശാസ്ത്രങ്ങളെയും അംഗീകരിക്കുന്നവരാരാണ്? ഭാരതവാസികൾ തന്നെയാണെന്ന് പറയാ ബാബ. സബ്കെ ചിത്ര രഖ്തേ രഹേംഗെ, എല്ലാവരുടെയും ചിത്രങ്ങൾ വെക്കുന്നുണ്ട്. തോ അനേക് ക്യാ തോ ഉൻകോ ക്യാ കഹേംഗെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെന്താ പറയുക? കാരണം എല്ലാ ശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നുണ്ട്, എല്ലാവരുടെയും ചിത്രങ്ങളും വെക്കുന്നുണ്ട്. ഭാരതവാസികൾ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ എന്ത് വിളിക്കും എന്ന് ബാബ ചോദിക്കാം. വ്യഭിചാരി ഭക്തി ടഹരാന, അതായത് വ്യഭിചാരി ഭക്തി എന്നല്ല അതിനെ പറയാ. ആ വ്യഭിചാരി ഭക്തി ഏക് ഹി ശിവ ബാബ കി ഹേ. ബാബ പറയുന്നത് ആ വ്യഭിചാരി ഭക്തി എന്ന് പറയുന്നത് ഒരേ ഒരു ശിവബാബയുടേതാണ്. യഹ് ജ്ഞാൻ ഹി ഡിഫറൻസ് ഹേ. ബാബ പറയുന്നത് ഈ ജ്ഞാനം തന്നെ വ്യത്യസ്തമാണ്. ഇസ്കോ കഹാ ജാതാ ഹേ സ്പിരിച്വൽ നോളജ്. ഈ ജ്ഞാനത്തിന് എന്താ പറയാ? ആത്മീയമായ അറിവ്. അച്ഛാ, മീട്ടെ മീട്ടെ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഈ ബാബ ധാരണയ്ക്കുള്ള പോയിന്റ്സ് പറയാണ്. ഒന്നാമത്തെ പോയിന്റാണ് വിനാശി നശേ കോ ചോട് अलौकिक नशा रहे कि हम अभी वर्त नोटे पेन्नी से വർത്ത് പൗണ്ട് ബൻ രഹേ ഹേ. ബാബ പറയണത് വിനാശിയായ ലഹരിയെ ഉപേക്ഷിച്ച് അലൗകികമായ ലഹരി വയ്ക്കൂ. അതായത് ഞങ്ങൾ കാൽ കാശിന് വിലയില്ലാത്തവരിൽ നിന്നും വളരെ വലിയ ധനവാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലഹരി വയ്ക്കാൻ പറയാ ബാബ. സ്വയം ഭഗവാൻ ഹമേം പഠാത്തേ ഹേ, ഹമാരി പഠായി അൺകോമൺ ഹേ. ബാബ പറയാണ് സ്വയം ഭഗവാനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ പഠനം എന്ന് പറയുന്നത് അസാധാരണമാണ്. രണ്ടാമത്തെ പോയിന്റ് ബാബ പറയുന്നത് ആസ്തിക് ബൻ ബാപ്പ് കാ ഷോ കർണേ വാലി സർവീസ് കർണേ ഹേ. അതായത് ബാബ പറയുന്നത് ആസ്തികരായിട്ട് മാറിയിട്ട് ബാബയെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. കബീബി മജ്ബൂർ ബൻ മുരളി മിസ് നഹി കർണി ഹേ. ബാബ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇതാണ് അഹങ്കാരത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ മുരളി മിസ് ചെയ്യരുത്. ബാബ വരദാനം നൽകുന്നത് പവിത്രതാക്കെ ഫൗണ്ടേഷൻ ദ്വാര സദാ ശ്രേഷ്ഠ കർമ്മ കർണേ വാലി പൂജ്യ ആത്മാഭവ. അതായത് ബാബ പറയുന്നത്, ബാബ വരദാനം നൽകുന്നത് പവിത്രതയുടെ ഫൗണ്ടേഷനിലൂടെ, അതായത് പവിത്രതയുടെ അടിത്തറയിലൂടെ സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന പൂജ്യ ആത്മാവായി ഭവിക്കട്ടെ. അതായത് പവിത്രതയുടെ അടിത്തറയിലൂടെ സദാ നിങ്ങൾ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന പൂജ്യ ആത്മാവായി ഭവിക്കട്ടെ. അതായത് ബാബ പറയുന്നത് പവിത്രത പൂജ്യ ബനാത്തി ഹേ. പവിത്രതയാണ് നമ്മളെ പൂജ്യരാക്കി മാറ്റുന്നത്. പൂജ്യ വഹി ബൻതേ ഹേ ജോ സദാ ശ്രേഷ്ഠ കർമ്മ കർത്തേ ഹേ. ബാബ പറയുന്നത് പൂജ്യരായിട്ട് മാറുന്നവര് സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നവരായിരിക്കും. അപ്പൊ സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നവരാണ് പൂജ്യരായിട്ട് മാറുന്നത്. ലേക്കിൻ പവിത്രത സിർഫ് ബ്രഹ്മചര്യ നഹി. പവിത്രത എന്ന് പറയുന്നത് കേവലം ബ്രഹ്മചര്യം മാത്രമല്ല. മനസാ സങ്കൽപ്പ് മേം ബി കിസി കെ പ്രതി നെഗറ്റീവ് സങ്കൽപ്പ് ഉൽപ്പന്ന നാ ഹോ. ബാബ പറയുന്നത് പവിത്രത എന്ന് പറയുന്നത് കേവലം ബ്രഹ്മചര്യം മാത്രമല്ല. അതായത് മനസാ സങ്കല്പത്തിൽ പോലും ആരെ പ്രതിയും നെഗറ്റീവ് സങ്കല്പം ഉൽപ്പന്നമാകരുത്. അതാണ് പവിത്രത.
ബോൽബി അയഥാർത്ഥ നാ ഹോ, അതായത് പറയുന്ന കാര്യങ്ങളും അയഥാർത്ഥമായിരിക്കരുത്. സംബന്ധ സമ്പർക്കമേം ബി ഫർക്ക് നാ ഹോ, സംബന്ധ സമ്പർക്കത്തിലും വ്യത്യാസം വരരുത്. അതായത് സബ്കെ സാത്ത് അച്ഛ ഏക് ജൈസ സംബന്ധ ഹോ, എല്ലാവരുടെയും അടുത്ത് വളരെ നല്ലതും ഒരേപോലെയുമുള്ള സംബന്ധമായിരിക്കണം. അതായത് ഇന്ന ആളുടെ അടുത്ത് കുറച്ച് കൂടുതൽ സ്നേഹം, ഇന്ന ആളെ ഒരു പ്രത്യേക ഇഷ്ടത്തോടെ കൂടി കാണുക, ഇന്ന സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ചിലരുടെ അടുത്ത് വളരെ സ്നേഹിക്കും, ചിലരെ അത്രയും സ്നേഹിക്കില്ല. അങ്ങനെയൊന്നല്ല. ബാബ പറയുന്നത് ഒരേപോലെയായിരിക്കണം സംബന്ധം. വളരെ നല്ലതുമായിരിക്കണം, ഒരേപോലെയുമായിരിക്കണം. മനസ്സ വാച കർമ്മണ കിസി മേം ബി പവിത്രത ഖണ്ഡിത് നാ ഹോ തബ് കഹേങ്കെ പൂജ്യ ആത്മാ. ബാബ പറയുന്നത് മനസ്സ വാച കർമ്മണ, നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ പവിത്രതയെ ഖണ്ഡിക്കരുത്. അപ്പോൾ പറയാം പൂജ്യ ആത്മാവ്. അപ്പോൾ പവിത്രതയുടെ ഡെഫിനിഷൻ ബാബ പറഞ്ഞു, കേവലം ബ്രഹ്മചര്യം മാത്രമല്ല, അതായത് നമ്മളുടെ മനസ്സിന്റെ സങ്കല്പത്തിൽ പോലും ആരെ പ്രതിയും ഒരു നെഗറ്റീവ് സങ്കല്പം ഉൽപ്പന്നമാകരുത്. അതുപോലെ നമ്മുടെ വാക്കുകൾ യഥാർത്ഥമാകരുത്. സംബന്ധ സമ്പർക്കത്തിൽ വ്യത്യാസം വരരുത്. ഇതൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ മനസ്സാ വാച കർമ്മണ പവിത്രതയെ ഖണ്ഡിക്കാതിരിക്കുകയാണെങ്കിൽ അപ്പൊ പറയാം എന്ത്? പൂജ്യ ആത്മാ. മേ പരം പൂജ്യ ആത്മാ ഹോം യഹ സ്മൃതി സേ പവിത്രത കാ ഫൗണ്ടേഷൻ മസ്ബൂത്ത് ബനാവോ. അപ്പൊ ബാബ പറയുന്നത്, ഞാൻ പരമ പവിത്ര ആത്മാവാണ്. ഈ സ്മൃതിയിലൂടെ നിങ്ങൾ പവിത്രതയുടെ അടിത്തറയെ ഉറപ്പിക്കൂ, ബലമുള്ളതാക്കി മാറ്റൂ എന്ന് ബാബ പറയാം. ഈ ബാബ ശ്ലോകൻ പറയുന്നത്, സദാ ഇസി अलौकिक नशे में रहो वा रे में तो मन और तन से नेचुरल खुशी की ഡാൻസ് കർത്തേ രഹേങ്കെ. അപ്പോൾ ബാബ പറയുന്നത്, സദാ നിങ്ങൾ ഇങ്ങനെയുള്ള അലൗകിക ലഹരിയിലിരിക്കൂ. അതായത് ആഹാ ഞാൻ. തോ അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മളുടെ മനസ്സിലും ശരീരം കൊണ്ടുമൊക്കെ സ്വാഭാവികമായ സന്തോഷത്താൽ നിങ്ങൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വാഭാവികമായ സന്തോഷത്താൽ നിങ്ങൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. എപ്പോ? സദാ നമ്മൾ ഈ അലൗകിക ലഹരിയിലിരിക്കണം. ആഹാ ഞാൻ, അല്ലേ? നമ്മളെത്ര, ബാബ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എത്ര ഉയർന്നവരാണ്, നിങ്ങൾ എത്ര ഉയർന്ന കർമ്മമാണ് ചെയ്യുന്നത് എന്ന് ബാബ പറഞ്ഞില്ലേ? അതാണ് ബാബ പറയുന്നത്. ഇനി ഇന്നത്തെ സോമാനം, അതായത് നവംബർ 19, സഫലതാമൂർത്തിയാകൂ. ഇപ്പൊ ബാബ എന്ന് പറയുന്നത്, എല്ലാവരുടെയും മനസ്സിൻ്റെ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സഹയോഗം ഏതൊരു കാര്യത്തിലും സഫലത നൽകിക്കുന്നു. ഇതേ ശുഭഭാവന ശുഭകാമനയുടെ കോട്ട ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തിയെടുക്കുന്നു. അന്തരീക്ഷത്തിന്റെ കോട്ട സർവരുടെയും സഹയോഗത്തിലൂടെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈശ്വരീയ സ്നേഹത്തിന്റെ ചരട് ഒന്ന് ഉണ്ടെങ്കിൽ അനേകതയുടെ വിചാരം ഉണ്ടായിക്കൊണ്ടും സഹയോഗിയാകുന്നതിനുള്ള വിചാരം ഉൽപ്പന്നമാകുന്നു. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ശുഭഭാവന, ശുഭകാമന. അത് എല്ലാവരുടെയും മനസ്സിന്റെ ശുഭകാമനയും ശുഭഭാവനയും നമുക്ക് എന്താണ്? സഹയോഗം ഏതൊരു കാര്യത്തിലും സഫലത നൽകും. അതായത് ഇപ്പൊ എല്ലാവരും, എല്ലാ ആത്മാക്കളുടെയും അവരുടെ മനസ്സിൽ നിന്നും വരുന്ന ആ ശുഭഭാവന, ശുഭകാമന, സഹയോഗം, ഇത് നമുക്ക് ഏതൊരു കാര്യത്തിലും നമുക്ക് സഫലത നൽകുന്ന ബാബ പറയാം. ഇതേ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ഒരു കോട്ട തന്നെ ഉണ്ടാക്കുമ്പോൾ അത് ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തും. അതാ ബാബ പറയുന്നത്. അന്തരീക്ഷത്തിന്റെ കോട്ട സർവരുടെയും സഹയോഗത്തിലൂടെ തന്നെയാണ് ഉണ്ടാകുന്നത്, അല്ലെ? എല്ലാവരും സഹയോഗം നൽകുമ്പോഴാണ് എന്താണ് ഈ അന്തരീക്ഷത്തിൽ
അശുഭ ഭാവന, അശുഭകാമന, സഹയോഗത്തിൻ്റെ ഒക്കെ ഒരു വൈബ്രേഷൻ വന്നൊരു കോട്ട നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്? എല്ലാവരുടെയും സഹയോഗം കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കാന്ന് പറയാം ബാബ. അതുപോലെ ബാബ ഈശ്വരീയ സ്നേഹത്തിൻ്റെ ചരട് ഒന്നുണ്ടെങ്കിൽ അനേകതയുടെ വിചാരമുണ്ടായിക്കൊണ്ടും സഹയോഗിയാകുന്നതിനുള്ള വിചാരം ഉൽപ്പന്നമാകുന്നു. അപ്പം നമുക്ക് വേണ്ടത് ഈശ്വരീയ സ്നേഹത്തിൻ്റെ ഒരു ചരട് വേണം നമുക്ക്. അപ്പോൾ നമുക്ക് എത്രമാത്രം കുറേ വിചാരം ഉണ്ടായാൽ തന്നെയും സഹയോഗിയാകുന്നതിനുള്ള വിചാരം ഉണ്ടാകും, അത് ഉൽപ്പന്നമാകും എന്ന് ബാബ പറയാം. ഓം ശാന്തി. ഒരു മിനിറ്റ്.
ഓം ശാന്തി.